അതിൽ തന്നെ കഴിഞ്ഞ വർഷം തന്നത്. ഇതിലിപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഇതിനി ജീവിതത്തിൽ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്ന് എനിക്കിങ്ങനെ ഒരു ഫോട്ടോ ഒരിക്കലും ഉണ്ടാവില്ല. അത് കുട്ടികളുടെയും പേരക്കുട്ടിയുടെയും അടുത്ത് എൻ്റെ പേരക്കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ. അതും അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഭയങ്കരമായിട്ട്. ഇത് കണ്ടോ, ഇനിയിപ്പോൾ എൻ്റെ അമ്മ, അച്ഛൻ, മരുമകൻ, മക്കൾ രണ്ടുപേര്, പേരക്കുട്ടി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ടീം ചിന്ന താ താ വല്ലപ്പോഴും നടക്കുന്ന പ്രതിഭാസം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വോക്ക് വിത്ത് രേവതി ചന്ദ്രൻ. അപ്പോൾ ഇന്ന് ജൂലൈ 2, 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ്. നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. കാണാം. ഹാപ്പി ബർത്ത്ഡേ പറയൂ കുഞ്ഞാലി. അല്ലിക്കുമ്പോടുത്തെ അപ്പോടുണ്ട് അല്ലിക്കുമ്പോടുക്ക്. അപ്പുണ്ടെന്ന് മോടുക്ക്. ഇല്ലെങ്കിൽ ഞാനിപ്പോ ടീം ഇവിടെ ഹാപ്പി ബർത്ത്ഡേ, അവിടെ കേക്ക് ഇങ്ങനെ തോണ്ടി കഴിച്ചോണ്ടിരിക്കുക. കേക്ക് വെച്ചു തോണ്ടേന്റെ അറ്റം കാണാം. റോണി കൊടുക്കട്ടെ. താങ്ക് യു. ഞാൻ അപ്പൂന് കൊടുക്കട്ടെ. അപ്പൊ കൊടുത്തിരി. ചിന്നു എനിക്ക് തരണില്ലേ? ആഹാ, അവിടെ കഴിച്ചോണ്ടിരിക്കല്ലേ. ചിന്നു ഭയങ്കര പോണിങ്ങാണ് അവിടെ. ഇവിടെ ഇത് നോക്കിയേ ചിന്നു, ഇത് നോക്കേ. ദൈവമേ, കേക്ക് വിരകാൻ തുടങ്ങി. മതി കഴിച്ചോ കുഞ്ഞു, കഴിച്ചോ. മതി ഇനി കൈ കഴുകാം. ഇനി കൈ കഴുകി കൊടുത്തേ. ഇനി എൻജോയ് പാടിയാ. ചിന്നു ഡാൻസ് കളിക്ക്. റിച്ചുവിന്റെ ഡാൻസ് ആണ്. ബൈ ചിന്നു. റിച്ചു കൊടുക്കുമ്മ.
ഗൈസല്ല ചേച്ചിയാണ്. ചേച്ചിന്നുള്ളി വല്ലപ്പോഴും നടക്കുന്ന പ്രതിഭാസം. ഓക്കെ ശരി, ബൈ ബൈ. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ മരുമകൻ റോണി കേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് സർപ്രൈസാക്കി. അത് കട്ട് ചെയ്തു, കഴിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ചിഞ്ചു തുടങ്ങിയ സ്ഥിതിക്ക് പറയാനൊരു അവസരം വന്നിരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ ഉപ്പുമുളക് തുടങ്ങിയതിന് ശേഷം എല്ലാ വർഷവും അബ്ദുൾ സമദും ശ്രീകുട്ടനും, എനിക്ക് മക്കളെ പോലെ തന്നെയാണ് അവർ രണ്ടുപേരും. അവരെല്ലാ വർഷവും മുടങ്ങാതെ 1-ാം തീയതി, അതായത് ജൂലൈ 1-ാം തീയതി അവരുടെ ഗിഫ്റ്റ് എത്തിയിരിക്കും. എപ്പോഴും എനിക്ക് ബുക്സ് ആണ് അവർ അയക്കുക. അത് ഗുരുവായൂരപ്പൻ്റെ മസ്റ്റായിട്ട് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ആരുടെയെങ്കിലുമൊക്കെ ലൈഫ് സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ദ്രൻ സേട്ടൻ്റെയും ഇന്നസെൻ്റ് ഏട്ടൻ്റെയും ഒക്കെ ആയിരുന്നു. ഈ വർഷം പതിവ് പോലെ ശ്രീ ഗുരുവായൂർ ക്ഷേത്ര മാഹാത്മ്യം. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എനിക്കൊരുപാട് സന്തോഷമുണ്ട് അത് കിട്ടിയതിൽ. പിന്നെ ശ്രീകൃഷ്ണ സ്തോത്രമാല ഇത് ഉണ്ട്, പഴയതായിരുന്നു. അപ്പോൾ ഇത് പുതിയത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ അത് പുതിയത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ശ്രീകൃഷ്ണ സന്ധ്യാനാമവും ഉണ്ട്, പക്ഷേ അതും ഇതുപോലെ തന്നെ വേറെ, അതായത് അതിൻ്റെ പുറം കവറൊക്കെ വേറെയാണ്, പഴയതാണ്. അപ്പം അതും പുതിയത് കിട്ടി, അതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ പരലോകം എന്ന നോവൽ, അതും എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൽ ഇത് കിട്ടിയാലും. പിന്നെ അടുത്തത് എന്താ, നനഞ്ഞു തീർത്ത മഴകൾ, ദീപാ നിശാന്തിൻ്റെ ബുക്കാണ്. അപ്പം അതും കിട്ടി. പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഈ വർഷവും ഉണ്ട് കേട്ടോ. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഈ വർഷത്തെ കാലൻ്റെ ഡൽഹി യാത്ര അന്തിക്കാട് വഴി, കാലൻ്റെ ഡൽഹി യാത്ര അന്തിക്കാട് വഴി ദാ. അപ്പോൾ അതുണ്ട്. പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ അടുത്തതും ഉണ്ട് കേട്ടോ, മഴക്കണ്ണാടി. എത്ര ബുക്സാ ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കുറേ ബുക്സായി. എല്ലാം ഇവർ തന്നെ അയച്ചു തരുന്നതാണ് എല്ലാ വർഷവും കേട്ടോ. അപ്പോൾ അതും കിട്ടി. ഒരുപാട് സന്തോഷം. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഒരുപാട് കുട്ടികൾക്ക് സ്നേഹമുണ്ട്, എല്ലാവരോടും എനിക്ക് സ്നേഹം തന്നെ ഉണ്ട്. പക്ഷേ ഈ ബുക്സ് കിട്ടിയതിൻ്റെ സന്തോഷം ഒരുപാടാണ്. കാരണം എനിക്ക് ബുക്സ് കിട്ടുന്നത് ഒരുപാട് സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെയും പിന്നെ ചിരിക്കാൻ പറ്റിയ കഥകൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ, അതൊക്കെ ഒരുപാട് സന്തോഷം. അതിനേക്കാൾ ഉപരി ഈ ഗിഫ്റ്റ് ഒന്നും തന്നില്ലെങ്കിലും സ്നേഹമുണ്ട്. കാരണം അവരിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് വിശേഷമൊക്കെ അന്വേഷിക്കും, ഉപ്പുമുളയിലെ വിശേഷമൊക്കെ അന്വേഷിക്കും. പിന്നെ ഓരോ ബർത്ത്ഡേക്ക് മാത്രമല്ല, ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ വിളിച്ച് വിഷസ് പറയാറുണ്ട്. അപ്പോൾ ശ്രീകുട്ടനും അതുപോലെ തന്നെ അബ്ദുൾ സമദിനും ഒരുപാട് നന്ദി. എല്ലാവിധ സമാധാനവും സന്തോഷമൊക്കെ എനിക്ക് നിങ്ങൾ തരുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം. അടുത്ത വേറൊരു ഗിഫ്റ്റ് പതിവ് പോലെ തന്നെ ചിന്നുവും തരാറുണ്ട്. ചിന്നു ഇപ്രാവശ്യം വിട്ടില്ല, ചിന്നു ബാംഗ്ലൂർ പോയിരിക്കുകയാണ്. അപ്പോൾ ചിന്നു വരുമ്പോൾ കൊണ്ടുവരും. ചിന്നു എപ്പോഴും ബാംഗ്ലൂർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് എപ്പോഴും ഇവർ തരണതൊക്കെ തന്നെയാണ്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഡ്രസ്സ് എപ്പോഴും ഞാൻ നല്ല ഡ്രസ്സ് കാശ് കൊടുത്ത് മേടിക്കുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ നല്ല കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇവർ വാങ്ങിത്തന്നതാണ്. ഇപ്പോൾ ചിഞ്ചു എല്ലാ വർഷവും ചുരിദാറാണ് തരുന്നത്. ഈ പ്രാവശ്യം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ് സാരി. അടിപൊളി സാരിയാണ്, നല്ല കളറ്, നല്ല ഭംഗിയുണ്ട്. വൈറ്റിൽ റെഡ് കസവ് ഒക്കെയുള്ള. എനിക്കിതിൻ്റെ തുണിയുടെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ടില്ല. ചിഞ്ചുവിന് ഈ ലോകത്തുള്ള എല്ലാ തുണിയുടെയും പേരറിയാം. അവർ ചിഞ്ചുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. ചിഞ്ചു ഇങ്ങോട്ട് വന്നേ. പ്യുവർ ജോർജറ്റ്. അപ്പോൾ ഓഫ് വൈറ്റ് ആണ്, വൈറ്റ് അല്ല. ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പോൾ അതിനും ഒരുപാട്
ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ നമ്മൾ സാരി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ ഇതും കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എനിക്ക് തോന്നി. അങ്ങനെ ഇത് കൊടുക്കണം കേട്ടോ അമ്മ. ഇനി ബ്ലൗസ് തയ്ക്കണ്ടേ? അപ്പോൾ ഇത് ഇപ്പം അഴിഞ്ഞുപോയി. അയ്യോ അഴിഞ്ഞുപോയി, അടക്കണോട്ടാ. നമുക്ക് ഒരു ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, നല്ല മെമ്മറീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഗിഫ്റ്റിനേക്കാൾ എനിക്ക് സന്തോഷം നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ആണെങ്കിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുക, സംസാരിക്കാൻ പറ്റുക, അതൊക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ ഒപ്പം ഫുഡ് കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കുറേ നേരം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മെമ്മറീസാണ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇതും മറക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ബർത്ത്ഡേക്ക് ശ്രീകുട്ടനെയും അബ്ദുൾ സമദിനെയും പിന്നെ നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഉപ്പുമുളകിൻ്റെ ഏറ്റവും വലിയ ഫാൻസാണ് ഇവർ രണ്ടുപേരും എന്നല്ല, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എപ്പോഴെങ്കിലും ബർത്ത്ഡേക്ക് വരണം കേട്ടോ, ശ്രീകുട്ടനും അബ്ദുൾ സമദും. ഞാൻ ഇതുവരെ അബ്ദുൾ സമദിനെ കണ്ടിട്ടില്ല. ശ്രീകുട്ടൻ ഇടയ്ക്ക് ലൊക്കേഷനിൽ വരലുണ്ട്, അതുകൊണ്ട് അങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ ശ്രീകുട്ടന് ജോലിയൊക്കെ കിട്ടി തിരക്കായി. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ശ്രീകുട്ടന് ജോലി കിട്ടണേന്നും പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥന ഫലിച്ചു, ജോലി കിട്ടി. പിന്നെ അപ്പു എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പാവം, അവന് പഠിക്കാൻ ഒരുപാടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മൂത്ത മകനാണ് അപ്പുവാണ് എല്ലാ വീഡിയോസും എടുക്കുന്നത്. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പു പാവം അവിടുന്ന് പള്ളുരുത്തിയിൽ നിന്ന് ഇവിടെ വരെ വരും, വന്ന് വീഡിയോസ് എടുക്കും, ഹെൽപ്പ് ചെയ്യും. അപ്പുവിനെ കണ്ടിട്ടുണ്ട് എൻ്റെ മോനാണെന്ന് തോന്നുന്നു. കാരണം അപ്പുവും ചിഞ്ചുവും ഒരേ മുഖമാണ്. ചിഞ്ചുവിന് മീശയില്ലെന്നേ ഉള്ളൂ, മീശ എന്താടി വെച്ചാൽ ചിഞ്ചു അപ്പുവിൻ്റെ ഫേസ് കട്ട് അപ്പൂനെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അപ്പൂന് ഒരുപാട് നന്ദി. കുഴപ്പമില്ല, നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ അപ്പൂവിൻ്റെ ബർത്ത്ഡേ നമുക്ക് ഇതുപോലെ സർപ്രൈസ് ആക്കാം അല്ലേ അപ്പു? അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇത് ഡൂഡിൽ ആർട്ടാണ്. ഇത് നമ്മളെ ആദില എന്ന് പറഞ്ഞ കുട്ടി കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ലൊക്കേഷനിൽ കൊടുത്തയച്ചതാണ്. അപ്പോൾ ലൊക്കേഷനിലേക്ക് അയച്ചതാണ്. അപ്പോൾ അത് ഞാൻ അന്ന് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇതിങ്ങനെ കാണിക്കാനായിട്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തന്നതാണിത്. അതിൽ തന്നെ കഴിഞ്ഞ വർഷം തന്നത്, ഇതിലിപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഇതിനി ജീവിതത്തിൽ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്ന് എനിക്കിങ്ങനെ ഒരു ഫോട്ടോ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ നമ്മളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ മരിച്ചു പോയതാണെങ്കിലും അവരുടെ ഇടയ്ക്ക് നമുക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമാണ്. പക്ഷേ അതെനിക്കിങ്ങനെ ഒരു ചിത്രത്തിലൂടെ തന്ന അതിലേക്ക് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷം കേട്ടോ. ഇതിൻ്റെ നമ്മളെ മനസ്സിന് കിട്ടിയ ഈ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു ചിത്രത്തിലൂടെ തന്നതിൽ എപ്പോഴും നന്ദി ഉണ്ടാവും, എപ്പോഴും. നല്ലത് പറ്റേ മോൾക്ക് കേട്ടോ. മോള് തന്നെ തന്ന വേറൊരെണ്ണം കൂടി ഉണ്ട്, കാണിച്ചു തരാം. ഇത് എനിക്ക് അങ്ങനെ ഒരു സന്തോഷം തന്നപ്പോൾ ഇതേ സെയിം സന്തോഷം കഴിഞ്ഞ വർഷം ആ കുട്ടി തന്നെ അതിൽ തന്നെ തന്നതാണ്. എൻ്റെ 2 കുട്ടികളുടെയും പേരക്കുട്ടിയുടെയും അടുത്ത് എൻ്റെ പേരക്കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ. അതും ഇനി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ചിത്രത്തിലൂടെ നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും നമുക്കിത് കാണാൻ പറ്റണം വീട്ടിലിത് ഇരിക്കുമ്പോഴേ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ എൻ്റെ പേരക്കുട്ടീനെ മടിയിലിരുത്തിക്കൊണ്ടുള്ളൊരു ഫോട്ടോയാണ്. അതെനിക്ക് എനിക്കിതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എനിക്ക് ഇത്രയും പറയാനറിയുള്ളൂ, സന്തോഷം പ്രകടിപ്പിക്കാൻ ഇങ്ങനെ അറിയുള്ളൂ. അപ്പം മോൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ആദിലക്കുട്ടിക്ക്. നല്ലത് വരട്ടെ. എപ്പോഴും മോളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ തിരിച്ച് അച്ഛനും അമ്മയോടും മോൾക്ക് ഇതേപോലെയുള്ള സ്നേഹവും സംരക്ഷണവും സന്തോഷവും ഒക്കെ എപ്പോഴും കിട്ടട്ടെ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിലുണ്ടാവും. ഇത് കഴിഞ്ഞ വർഷം തന്നതാണ്, മറ്റേത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തന്നതാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ വർഷം അബ്ദുൾ സമദ് തന്നതാണ്. അതും അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഭയങ്കരമായിട്ട്. ഇത് കണ്ടോ, എനിപ്പോൾ എൻ്റെ അമ്മ, അച്ഛൻ, മരുമകൻ, മക്കൾ 2 പേര്, പേരക്കുട്ടി. ഇതും ഒരിക്കലും ഇങ്ങനൊരു
ചിത്രം ഉണ്ടാവാൻ പാടാണ്. അപ്പോൾ അതും എൻ്റെ അച്ഛനെ ഇതിനിടയ്ക്ക് ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ അതും അബ്ദുൾ സമദിനോട് എങ്ങനെ ഇതിൻ്റെ നന്ദി പറയണമെന്ന് എനിക്ക് ഒരു പിടിയില്ലാത്ത കാര്യമാണ്. കാരണം അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ഇതിങ്ങനെ കിട്ടിയപ്പോൾ. നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഇത് കയ്യിൽ കിട്ടിയപ്പോൾ. അപ്പോൾ ഈ 3 ഫോട്ടോസും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെമ്മറീസ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇതെനിക്ക് ഒരിക്കൽ പോലും നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.